ഹർക്കത്തു തർജമ ട്രാൻസ്ലേഷൻ മൂവ്മെന്റ്. ഹർക്കത്തു തർജമ സ്വാഹബത്തിൽ ഹർക്കത്ത് തഅലീമിയ. ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് എഡ്യൂക്കേഷൻ മൂവ്മെന്റിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ലിഅന്ന തർജമത ജുസ്ഉൻ ലാ യൻഫസിലു അനി തഅലീം. കാരണം ട്രാൻസ്ലേഷൻ എന്നത് വിദ്യാഭ്യാസത്തിൽ നിന്നും വ്യത്യസ്തമല്ലാത്ത, വേറിട്ടു നിൽക്കാത്ത ഒരു ഭാഗമാണ്. വിദ്യാഭ്യാസത്തിന്റെ കൂടെ തന്നെ ഉള്ളൊരു ഭാഗമാണ് ട്രാൻസ്ലേഷനും. വകാന ലിബഅലി മുതഅല്ലിമി ശാമി അസ്സബ്ഖു ഫീ മഅരിഫത്തിൽ ലുഗാത്തിൽ ഔറുബിയ. യൂറോപ്യൻ ഭാഷ മനസ്സിലാക്കുന്നതിൽ ഷാമിലെ വിദ്യാർത്ഥികൾ മുൻകടന്നിരുന്നു. അതായത് ഈജിപ്തിനേക്കാൾ അല്ലെങ്കിൽ അറബ് ലോകത്തെ മറ്റേത് രാജ്യങ്ങളെക്കാൾ മുമ്പ് തന്നെ യൂറോപ്യൻ ഭാഷകൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത് ഷാമിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ, ലുബ്നാൻ, ഫലസ്തീൻ, ജോർദാൻ എന്നീ പ്രദേശങ്ങളാണ്. ഖാസത്തൻ മുൻദുൽ ഖർനി സാനി അഷറ അൽ ഹിജ്രി, പ്രത്യേകിച്ചും ഹിജ്റ 12-ാം നൂറ്റാണ്ട് മുതൽ അവർ യൂറോപ്യൻ ഭാഷകൾ പഠിച്ചിരുന്നു. കമാ കാന ലിൽ ബിഅസാത്തില്ലത്തി അർസലഹ മുഹമ്മദ് അലി തഅ്സീറും ഫി ഇസ്തിഹാരി തർജമ. അതേപോലെ മുഹമ്മദ് അലി യൂറോപ്പിലേക്ക് അയച്ച പഠന സംഘങ്ങൾക്കും ട്രാൻസ്ലേഷന്റെ വളർച്ചയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. ബിഫളിൽ ബിഅസാത്തില്ലത്തി ആദു ഇലൽ വതനി ബഅദ ഇൽതിലാഇഹിം ഫിൽ ലുഗാത്തിൽ ഔറുബിയ. മുഹമ്മദ് അലി അയച്ച സംഘങ്ങൾ യൂറോപ്യൻ ഭാഷകൾ സ്വായത്തമാക്കി തിരിച്ചു വന്ന് അങ്ങനെ ഈജിപ്തിൽ യൂറോപ്യൻ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജോലികൾ അവർ നിർവഹിച്ചു. അങ്ങനെ അവർക്കും വലിയ സ്വാധീനമുണ്ട് ട്രാൻസ്ലേഷൻ വളർത്തുന്നതിൽ. വലാകിന്നഹു ലം യക്തഫി ബിദാലിക. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് മതിയാക്കിയില്ല. അതായത് മുഹമ്മദ് അലി താൻ അയച്ച പഠന സംഘങ്ങൾ നടത്തുന്ന ട്രാൻസ്ലേഷൻ വർക്കുകൾ കൊണ്ട് മതിയാക്കിയില്ല. പിന്നെ എന്ത് ചെയ്തു? ബൽ അൻശഅ മദ്രസത്തൽ അൽസുനി ലി തഖ്രീജിൽ മുതർജിമീൻ. ട്രാൻസ്ലേറ്റർമാരെ ഡിഗ്രി നൽകി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മദ്രസത്തുൽ അൽസുൻ എന്നൊരു സ്ഥാപനം തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. എന്തിനാണ് ട്രാൻസ്ലേറ്റർമാർ? അല്ലദീന യഹ്താജുഹും അന്നിലാമു തഅലീമി അൽ ജദീദ്. പുതിയ പഠന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ട്രാൻസ്ലേറ്റർമാരെ. എന്തിനാണ് ഇവർക്ക് ട്രാൻസ്ലേറ്റർമാരെ ആവശ്യം? ലിനഖലിൽ കുതുബിൽ അജ്നബിയ ഫി മുഖ്തലിഫി ഫുറൂഇൽ മഅരിഫത്തി ഇലൽ അറബിയ. വിവിധ ശാഖകളിലുള്ള യൂറോപ്യൻ ഭാഷകളിലെ പുസ്തകങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പുതിയ പഠന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ട്രാൻസ്ലേറ്റർമാരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മദ്രസത്തുൽ അൽസുൻ എന്നൊരു സ്ഥാപനം തന്നെ മുഹമ്മദ് അലി സ്ഥാപിച്ചു. വഫി മദ്രസത്തി ത്വിബ്ബി കാനൽ അസാതിദത്തു യുൽഖൂന ദുറൂസഹും ബിൽ ലുഗത്തിൽ ഫറൻസിയ. മെഡിക്കൽ കോളേജിൽ പ്രൊഫസർമാർ ഫ്രഞ്ച് ഭാഷയിലായിരുന്നു ക്ലാസുകൾ എടുത്തിരുന്നത്. സുമ്മ തുഅദ്ദി ഫിൽ വഖ്തി നഫ്സിഹി ഇല തുല്ലാബി ബിൽ ലുഗത്തിൽ അറബിയ. പിന്നീട് അതേ സമയത്ത് തന്നെ അറബി ഭാഷയിലും അത് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. ആദ്യം ഫ്രഞ്ചിൽ പറയും, പിന്നെ അറബിയിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ മെത്തേഡായിരുന്നു അവർ സ്വീകരിച്ചത്. വകാന ദാലിക യൽതറുൽ മുതർജിമീന മിനൽ മഗാരിബത്തി വൽ ലുബ്നാനിയീന വൽ അത്റാക്കി. ഈ കാര്യം തുർക്കികളായ, ലബനാൻകാരായ, മൊറോക്കോക്കാരായ ട്രാൻസ്ലേറ്റർമാരെ പ്രേരിപ്പിച്ചു, ട്രാൻസ്ലേറ്റർമാരെ നിർബന്ധിച്ചു. എന്തിന്? ഇലൽ ബഹസി അനിൽ മുസ്തലഹാത്തി. ടേംസ്, മുസ്തലഹാത്ത് മീൻസ് ടേംസ്, മെഡിക്കൽ ടേംസുകളൊക്കെ പഠിക്കാൻ, മെഡിക്കൽ ടേംസുകളെ കുറിച്ചൊക്കെ ഗവേഷണം നടത്താൻ. എവിടെ? ഫിൽ മുഅജമാത്തിൽ ലുഗവിയ വൽ കുതുബിൽ ഫന്നിയ അൽ ഖദീമ. പഴയ അറബി ഭാഷ ഗ്രന്ഥങ്ങളിൽ നിന്നും മെഡിക്കൽ ടേംസിനെ കുറിച്ചൊക്കെ ഗവേഷണം നടത്താൻ വേണ്ടി ഈ ഒരു കാര്യം അവരെ പ്രേരിപ്പിച്ചു. വസാഅദ ഹാദ നിലാമു. ഈ ഒരു ട്രാൻസ്ലേഷൻ വ്യവസ്ഥ സഹായിച്ചു ഫി നഖ്ലി സഖാഫത്തിൽ ഗർബി വ ഉലൂമിഹി ഇലൽ അറബിയ. പടിഞ്ഞാറൻ സംസ്കാരം, പാശ്ചാത്യ സംസ്കാരം, അതേപോലെ പാശ്ചാത്യ വിജ്ഞാനങ്ങൾ ഒക്കെ അറബിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ട്രാൻസ്ലേഷൻ സഹായിച്ചു. വഫി തൻശീതി ഹർക്കത്തി തർജമ. അതേപോലെ ട്രാൻസ്ലേഷൻ തന്നെ ഉയരുന്നതിനും, ട്രാൻസ്ലേഷൻ എന്ന വ്യവസ്ഥ തന്നെ ഉയർത്തുന്നതിലും വളർത്തിക്കൊണ്ടുവരുന്നതിനും ഈ ട്രാൻസ്ലേറ്റർമാരും ട്രാൻസ്ലേഷനും സഹായിച്ചു. വഅസ്സറ ദാലിക ഫി തതവ്വുരിൽ അദബി
സവാഅൻ ഫി ശക്ലി ഔ ഫിൽ മദ്മൂനി. ഈ തർജമ ട്രാൻസ്ലേഷൻ സാഹിത്യ വളർച്ചയിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് ഘടനയിലായാലും കണ്ടന്റിലായാലും. ഘടനയിൽ ഷക്ലിൽ എന്ന് പറയുന്നത്, രൂപത്തിൽ എന്ന് പറയുന്നത് ഹീന ലഹറത് അൽ ഖിസ്സ വൽ മഖാല ബി അൻവാഇഹിമ. അറബിയിൽ കഥയും മക്കാലയും ലേഖനങ്ങളും ഉണ്ടായി. ട്രാൻസ്ലേഷൻ വരുന്നത് വരെ അറബിയിൽ, അതായത് യൂറോപ്പുമായിട്ടുള്ള ഒരു ഈ സാംസ്കാരിക സാഹിത്യ ബന്ധം തുടങ്ങുന്നത് വരെ അറബിയിൽ ഷോർട്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ലേഖനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് അവരിൽ നിന്നും വന്നതാണ്. അതേപോലെ വൽ മസ്റഹിയതു ബി അൻവാഇഹ അശ്ശഇരി വന്നസരി. ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലുമുള്ള നാടകങ്ങളും ഉണ്ടായി. അറബികൾക്ക്, അറബ് സാഹിത്യത്തിന് അതുവരെ നാടകങ്ങൾ പരിചയമുണ്ടായിരുന്നില്ല. അതും യൂറോപ്പുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വന്നതാണ്. വശിഅറുൽ മൽഹമി, പിന്നെ എപ്പിക് പോയട്രീസ് ഉണ്ടാകാൻ തുടങ്ങി. വലിയ ദീർഘമായ കവിതകൾ, അതും അറബിയിൽ ഉണ്ടായിരുന്നില്ല. ഔഫിൽ മദ്മൂനി, ഇനി കണ്ടന്റിൽ ഉള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈസു തഅസ്സറ ശിഅറു ബിത്തിജാഹാത്തിൻ ഫന്നിയത്തിൻ ഗർബിയ. യൂറോപ്യൻ സാഹിത്യ കലാപരമായ ട്രെൻഡുകളിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടു അറബ് കവിത. യൂറോപ്പിലുള്ള കവിതയുടെ ആശയങ്ങൾ, ആ രൂപത്തിലുള്ള ആശയങ്ങൾ അറബ് കവിതയിലും പ്രകടമായി തുടങ്ങി. വനളറിയാത്തിൻ നഖദിയ വാക്കബത്ത് അൽ ഹർക്കത്ത് അൽ അദബിയ. സാഹിത്യ മൂവ്മെന്റിനോടൊപ്പം തന്നെ ക്രിറ്റിസിസവും വളർന്നു വന്നു. ഇതൊക്കെ യൂറോപ്പുമായിട്ടുള്ള ബന്ധം കൊണ്ട്, യൂറോപ്പിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേഷൻസ് ഉണ്ടായത് നിമിത്തം അറബ് സാഹിത്യത്തിൽ വന്ന ചില മാറ്റങ്ങളാണ്. ഇനി അത്ബാ, പ്രിന്റിംഗ് എന്നത് എഡ്യൂക്കേഷനിലും സാഹിത്യത്തിലുമൊക്കെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യമാണ്. ഇഖ്തറ അത്ബാഅത ബിൽ ഹുറൂഫി, അക്ഷരങ്ങളുടെ പ്രിന്റിംഗ് കണ്ടുപിടിച്ചു. ആര്? യോഹന്നാസ് ഗുട്ടൻബർഗ് അൽ അൽമാനി, ജർമ്മൻകാരനായ യോഹന്നാസ് ഗുട്ടൻബർഗ് എന്ന വ്യക്തി. എപ്പോഴാണ്? 1440 പ്രിന്റിംഗ് കണ്ടുപിടിച്ചത് അദ്ദേഹം. വലഹറ അവ്വലു കിതാബിൻ മത്ബൂഇൻ ബിൽ ഹുറൂഫിൽ ലാറ്റീനിയ ഫീ തിൽക സന. 1440 തന്നെ ആദ്യമായി പുസ്തകം പ്രിന്റ് ചെയ്യപ്പെട്ടു. ബിൽ ഹുറൂഫിൽ ലാറ്റീനിയ, ലാറ്റിൻ ഭാഷയിലാണ് ആദ്യമായി പ്രിന്റ് ചെയ്യപ്പെട്ടത്. വതുബിഅ അവ്വലു കിതാബിൻ ബിൽ ലുഗത്തിൽ അറബിയ സന 1514 മിലാദിയ. 1514 അറബി ഭാഷയിലുള്ള ആദ്യത്തെ പുസ്തകം പ്രിന്റ് ചെയ്യപ്പെട്ടത്. ഫി ഔറൂബ, എവിടെയാണ് പ്രിന്റ് ചെയ്യപ്പെട്ടത്? യൂറോപ്പിലാണ് ആദ്യമായി അറബി പുസ്തകം പ്രിന്റ് ചെയ്യപ്പെട്ടത്. വബഅദ ദാലിക, അതിനുശേഷം അഖദത്തിൽ മത്ബൂഅത്തു ശർഖിയ വലാ സിയമ അൽ അറബിയ തസ്ദാദു ശൈഅൻ ഫശൈഅൻ. പൗരസ്ത്യ ദേശത്തുള്ള ഭാഷാ പുസ്തകങ്ങൾ, പ്രത്യേകിച്ചും അറബി പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യപ്പെടുന്നത് വർദ്ധിച്ചു വരാൻ തുടങ്ങി. ഷൈഅൻ ഫശൈഅൻ, അല്പാൽപമായി വർദ്ധിച്ചു വരാൻ തുടങ്ങി. യൂറോപ്പിലാണ് പ്രിന്റിംഗ് ഉള്ളത്. എന്നാൽ ആ യൂറോപ്പിൽ നിന്നും അറബ് ഗ്രന്ഥങ്ങളും അതേപോലെ മറ്റു പൗരസ്ത്യ ലാംഗ്വേജുകളിലുള്ള പുസ്തകങ്ങളും കൂടുതലായി പ്രിന്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. ഹത്ത സുദിറത്ത് അൻ അക്സരിൽ അവാസിമിൽ ഔറബിയ, യൂറോപ്പിലെ മിക്ക ക്യാപിറ്റലുകളിൽ നിന്നും, തലസ്ഥാനങ്ങളിൽ നിന്നും അറബിയിലും മറ്റു പൗരസ്ത്യ ലാംഗ്വേജിലുമുള്ള പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. സുമ്മ ദഖലത്തി തിബാഅത്തു അശ്ശർഖ സന 1490. 1490 ആദ്യമായിട്ട് പൗരസ്ത്യ ദേശത്ത് പ്രിന്റിങ് വന്നത്. അലായതി ആലിമിൻ യഹൂദിയൻ, ഒരു യഹൂദി ആലിമിന്റെ കരങ്ങളാലാണ് 1490 കിഴക്ക് ഭാഗത്ത് പൗരസ്ത്യ ദേശത്ത് പ്രിന്റിങ് വന്നത്. തുബിഅ ബിഹ മുഅല്ലഫാത്തുൻ ദീനിയ വ ഇൽമിയ, അദ്ദേഹം സ്ഥാപിച്ച ആ പ്രസ്സിൽ നിന്നും മതപരമായതും പിന്നെ വൈജ്ഞാനിക ശാസ്ത്രീയമായതുമായ പുസ്തകങ്ങൾ, രചനകൾ പ്രിന്റ് ചെയ്യപ്പെട്ടു. വലാക്കിൻ അൽ ഹുറൂഫ് അൽ അറബിയ ലം തൽഹർ ഫിഹ ഇല്ലാ സന 1708 മിലാദിയ. 1708 അറബി അക്ഷരങ്ങൾ ആ പ്രസ്സിൽ ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ 1708 ആദ്യമായി അറബി പുസ്തകങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്സിൽ നിന്നും പ്രിന്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയത്. അമ്മാഫിൽ ബിലാദിൽ അറബിയ, എന്നാൽ അറബ് ദേശത്ത് ഫകാന സബ്ഖു ലിൽ ലുബ്നാൻ ഫി ഇസ്തിമാലിൽ മത്ബഅ, പ്രസ് ഉപയോഗിക്കുന്നതിൽ ഒന്നാമത് എത്തിയതാരാണ്?
ലുബ്നാനാണ്. ആദ്യമായി ലുബ്നാനിലാണ് അറബ് ദേശത്ത് പ്രസ് ഉപയോഗിക്കപ്പെട്ടത്. ബിഫാദിലി ദുആത്തിൽ മസീഹിയ, ആരാണ് അവിടെ ലുബ്നാനിൽ സ്ഥാപിച്ചത് പ്രസ്? ക്രിസ്തീയ പ്രബോധകരാണ്. ഫഖദ് അസ്സസ റുഹ്ബാനുൽ ലുബ്നാനിയൂന അവ്വല മത്ബഅത്തിൻ ബി ബൈറൂത്ത്, ആദ്യമായി ലുബ്നാനിലെ ബൈറൂത്തിൽ പ്രസ് സ്ഥാപിച്ചതാരാണ്? ക്രിസ്ത്യൻ സന്യാസിമാരാണ്. എപ്പോഴാണത്? 1610. ഏതാണ് പ്രസ്? ഇൻദമാ ഉൻശിഅത്തിൽ മത്ബഅത്തുൽ മാറൂനിയ അലാ യദി റുഹ്ബാനി ദൈർ ഖസ്ഹയ, ഈ ക്രിസ്ത്യൻ സന്യാസിയുടെ കരങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട അൽ മത്ബഅത്തുൽ മാറൂനിയ ആണ് ആദ്യമായി അറബ് ലോകത്ത് സ്ഥാപിക്കപ്പെട്ട പ്രസ്. അതെവിടെയാണ്? ലുബ്നാനിലെ ബൈറൂത്തിലാണ്. 1610 അത് സ്ഥാപിക്കപ്പെട്ടത്. തുബിഅ ഫിഹാ സഫറുൽ മസാമീർ ബിസുറിയാനിയ വൽ അറബിയ, അവിടെ ബൈബിൾ, സഫറുൽ മസാമീർ അത് ബൈബിളാണ്. ബൈബിൾ സുറിയാനി ഭാഷയിലും അറബി ഭാഷയിലും പ്രിന്റ് ചെയ്യപ്പെട്ടു. ഫുമ്മ ഉൻഷിഅത്ത് അൽ മത്ബഅത്തുൽ കാത്തോലിക്കിയ ബി ബൈറൂത്ത്, പിന്നെ 1854 കത്തോലിക്കൻ പ്രിന്റ് സ്ഥാപിക്കപ്പെട്ടു. എവിടെ? ബൈറൂത്തിൽ തന്നെ. ദഖലത്തി തുബാഅത്തു ഇലാ മിസ്ർ, എന്നാൽ ഈജിപ്തിലേക്ക് പ്രിന്റിംഗ് കടന്നു വന്നത് എപ്പോഴാണ്? അലായദി നെപ്പോളിയന്റെ കരങ്ങളാലാണ് ഈജിപ്തിലേക്ക് പ്രിന്റിംഗ് കടന്നു വന്നത്. അതെപ്പോഴാണ്? 1798 നെപ്പോളിയൻ ഈജിപ്തിൽ വന്നത് 1798. അന്നു മുതലാണ് ഈജിപ്തിലെ അല്ലെങ്കിൽ അറബ് ലോകത്തെ ഒരു ആധുനിക കാലഘട്ടമായി കണക്കാക്കുന്നത്. അപ്പോൾ നെപ്പോളിയൻ വരുമ്പോൾ 1798 നെപ്പോളിയൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം പ്രിന്ററും അതേപോലുള്ള സാമഗ്രികളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇത് ഹമല മഅഹു സലാസ മതാബിഅ, അദ്ദേഹം തന്റെ കൂടെ 3 പ്രിന്ററുകൾ കൊണ്ടുവന്നു. മുജഹസത്തുൻ ബിഹുറൂഫിൻ അറബിയ വ യുനാനിയ വ ഫറൻസിയ, ഫ്രഞ്ച്, ഗ്രീക്ക്, അറബി ഭാഷകളിലെ അക്ഷരങ്ങളാൽ സജ്ജമായ 3 പ്രിന്ററുകളും കൊണ്ടാണ് നെപ്പോളിയൻ ഈജിപ്തിലേക്ക് വന്നത്. വക്കാനൽ ഹദഫുൽ അസാസി ലിഹാദിഹിൽ മതാബി, അദ്ദേഹം കൊണ്ടുവന്ന ഈ പ്രിന്ററുകളുടെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു? ഹുവ തബാഅത്തുൽ മൻശൂറാത്തി വൽ അവാമിരി ബിൽ അറബിയ, അറബിയിൽ അദ്ദേഹത്തിന്റെ കൽപ്പനകളും മറ്റു പ്രസിദ്ധീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അറബിയിൽ പ്രസിദ്ധീകരിക്കുക എന്നതായിരുന്നു അറബി ഭാഷയിലുള്ള പ്രിന്റർ കൂടെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. കാരണം അറബികളോട് ഫ്രഞ്ചിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അറബിയിൽ തന്നെ പറയണം. വസമ്മഹ അൽ മത്ബഅത്ത് അൽ അഹ്ലിയ, അദ്ദേഹം അതിന് ആ പ്രസ്സിന്, ആ പ്രിന്ററുകളൊക്കെ സ്ഥാപിച്ച ആ പ്രസ്സിന് അദ്ദേഹം അൽ മത്ബഅത്തുൽ അഹ്ലിയ എന്ന പേര് നൽകി. സുമ്മ ദഹബത് മാ ദഹബിഹി, നെപ്പോളിയൻ പോയതോടെ ആ പ്രസ്സും പോയി. വ അഖാമ മുഹമ്മദ് അലി അല അൻഗാലിഹ, അതിന്റെ ശേഷം, അല അൻഗാലിഹ മീൻസ് അതിനെ തുടർന്ന് അതിന്റെ ശേഷം മുഹമ്മദ് അലി സ്ഥാപിച്ചു മത്ബഅത്ത് ബൂലാഖ് പ്രസ്, അല്ലെങ്കിൽ അൽ മത്ബഅത്തുൽ അമീരിയ എന്നും അറിയപ്പെടുന്നുണ്ട്. അമീരി പ്രസ് സ്ഥാപിച്ചു. എപ്പോൾ? 1821 മുഹമ്മദ് അലി മത്ബഅത്ത് ബൂലാഖ് സ്ഥാപിച്ചു. വകാനത്ത് തുഅതബറു അക്ബറ മത്ബഅത്തിൻ അറബിയത്തിൻ ഫിൽ ആലം, ലോകത്തിലെ ഏറ്റവും വലിയ അറബ് പ്രസ് ആയി പരിഗണിക്കപ്പെടുന്നത് മുഹമ്മദ് അലി 821 സ്ഥാപിച്ച മത്ബഅത്ത് ബൂലാഖാണ്. ബൂലാഖ് എന്ന സ്ഥലത്താണ് അത് സ്ഥാപിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ പേര് നൽകപ്പെട്ടത്. ഇന്ന മത്ബഅത്ത് ബൂലാഖ് അല്ലദി അൻശഅഹ മുഹമ്മദ് അലി സ്ഥാപിച്ച മത്ബഅത്ത് ബൂലാഖും ഫി മിസ്റിൽ മുഹമ്മദ് അലി സ്ഥാപിച്ച മത്ബഅത്ത് ബൂലാഖും വൽ മത്ബഅത്തുൽ അംരീക്കിയ അല്ലത്തി നുഖലത് മിൻ മാൾട്ട ഇലാ ബൈറൂത്ത്, മാൾട്ടയിൽ നിന്നും ബൈറൂത്തിലേക്ക്, ലുബനാനിലെ ബൈറൂത്തിലേക്ക് നീക്കപ്പെട്ട അമേരിക്കൻ പ്രസ്സും. മാൾട്ട എന്നാൽ ഒരു ചെറിയ യൂറോപ്യൻ ദ്വീപ് രാഷ്ട്രമാണ്. വൽ മത്ബഅത്തുല്ലത്തി അഖാമഹ അൽ യസൂഇയൂൻ ഫി ബൈറൂത്ത്, ബൈറൂത്തിൽ ക്രിസ്ത്യാനികൾ സ്ഥാപിച്ച പ്രസ്സും കത്തോലിക്കൻ പ്രസ്സായിരിക്കും. ഹിയല്ലത്തി കാന ലഹ അൽ അസറുൽ അക്ബറു ഫി നശ്രി സഖാഫത്തുൽ ഹദീസ അൽ മുഅല്ലഫ വൽ മുതർജമ, ഈ 3 പ്രസ്സുകൾക്കുമാണ് അറബ് ലോകത്ത് ആധുനിക കൾച്ചർ, ആധുനിക സംസ്കാരം പ്രചരിപ്പിക്കുന്നതിലുള്ള ഏറ്റവും വലിയ പങ്ക്. അത് എഴുത്തിലൂടെയായിട്ടും ട്രാൻസ്ലേഷനിലൂടെയായിട്ടും. ഗൈറ അന്ന മത്ബഅത്ത് ബൂലാഖ് ഖദ് ഇംതാസത് അൻഹാ ജമീഅൻ, എന്നാൽ മത്ബഅത്ത് ബൂലാഖ് മറ്റുള്ള എല്ലാ പ്രസ്സുകളിൽ നിന്നും മികച്ചു നിൽക്കുന്നു, സവിശേഷമായി നിൽക്കുന്നു. ബിനശ്രി ഉയൂനി തുറാസിൽ അറബി വൽ ഇസ്ലാമി, എന്തുകൊണ്ട്? ഇസ്ലാമിക് അറബിക് കൾച്ചർ പ്രചരിപ്പിക്കൽ നിർവഹിച്ചതുകൊണ്ട്. മത്ബഅത്ത് ബൂലാഖിലൂടെയാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ അടയാളങ്ങളൊക്കെ പ്രിന്റ് ചെയ്തു വന്നത്. ആ ഒരു കാര്യത്തിൽ
മത്ബഅത്ത് ബുലാഗ് മറ്റുള്ളവയേക്കാൾ മികച്ചു നിൽക്കുന്നു. വഖദ് അസ്ഹമത്തിൽ മതാബിഉ ഫിൽ അഖ്ദി, സാഹിത്യ വളർച്ചയിൽ, സാഹിത്യത്തിന്റെ പുരോഗമനത്തിൽ ഈ പ്രസ്സുകൾക്ക് വലിയ പങ്കുണ്ട്, പ്രസ്സുകൾ പങ്കുവഹിച്ചിട്ടുണ്ട്. ബിയദിൽ ഉദബാഇ വൽ മുഅല്ലിഫീന മിൻ ഖിലാലി നശ്രി ഇൻതാജിഹിം അൽ അദബി വ അഫ്കാരിഹിം വ തുറുഹാതിഹിം അൽ മുഖ്തലിഫ, സാഹിത്യകാരന്മാരുടെ, എഴുത്തുകാരുടെ രചനകളും അവരുടെ ചിന്തകളും ഒക്കെ പ്രിന്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നതിലൂടെ പ്രസ്സുകൾ സാഹിത്യരംഗത്ത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്.